ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇപ്പം ആരെക്കുറിച്ച് പറയാൻ വന്നാൽ അറിയോ? സംഘികളുടെ പ്രിയപ്പെട്ട താരമായ ആരിഫ് ഹുസൈനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത്. ആ പേര് പോലും പറയാൻ എനിക്കൊന്നും എന്താ പറയാ ലജ്ജ തോന്നുന്നു. എങ്കിലും ഇത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത്രക്ക് വലിയ മോനാണല്ലോ അവന്. ഇവൻ കുറച്ച് ഏർപ്പാടാക്കിയ കുറച്ച് സംഘിക്കുട്ടന്മാരുണ്ട്. അതേമാതിരി ഇവൻ്റെതായ കുറച്ച് നിരീശ്വരവാദികളുണ്ട്. ഇവരൊക്കെ ഇവന് ഒരു കോയാക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിക്ക് വിളിപ്പിക്കും. എന്നിട്ട് മുൻകൂറായിട്ട് ഇവൻ തന്നെ എല്ലാം പറഞ്ഞു ഏൽപ്പിക്കും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വിളിച്ചവനെ മുട്ടുകുത്തിക്കണല്ലോ, ആ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതിനുള്ള മറുപടി ഇവൻ കൊടുക്കുന്ന രീതി, അതൊക്കെ നിങ്ങൾ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എങ്കിലും എന്റെ ശ്രദ്ധയിൽ ഇന്നലെ ഒരെണ്ണം പെട്ടു. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. എത്രത്തോളം കള്ളങ്ങളെ വളച്ചൊടിക്കാനുള്ള ഒരു കഴിവ് എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് അത് ഞാൻ കാണിച്ചുതരാം. ഇതിനു മുമ്പ് എന്നോട് ഒരുത്തം മെസ്സേജ് വഴി ചോദിച്ചു, ഈ കോയാക്കോളിലേക്കൊന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ, നമ്പർ ഞാൻ തരാന്ന്. സംഭവം ഇവന്റെ ഫേക്ക് ഐഡി തന്നെ തോന്നുന്നു. അത് ഞാൻ വിളിക്കാത്ത എന്താ അറിയോ? നമ്മൾ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല, ഓനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഓൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുള്ളൂ. അല്ലെ പിന്നെ നമ്മളിവിടെ വേറെ റെക്കോർഡിങ് ചെയ്ത് നിൽക്കണം. വേണ്ട, ഓൻ പറയട്ടെ, അത് തെളിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ബാധ്യത. അതുകൊണ്ട് ഞാൻ ഓൻ എന്ത് നുണയാ പറഞ്ഞെന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കണല്ലോ. ഇതൊന്ന് കേട്ടോളൂ നിങ്ങള് ഒരു മിനിറ്റ്. സാധാ മുസ്ലിംസ് ഇവിടെ ഹിന്ദുസ് ഉണ്ട്. ഹിന്ദുസിന് എന്ത് ചെയ്യണം എന്നുള്ള ഹദീസ് വേറെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? 9:5 ഖുർആൻ എടുക്കുക, 9:5 വായിക്കൂ. അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഖുർആനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 9:5 എന്താ എഴുതിയിരിക്കണേ? നിങ്ങൾ ഫ്രോഡാന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ എടുക്കും സാധനം. അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഫ്രോഡാണെന്നൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവാൻ നമ്മൾ അനുവദിക്കില്ല. ഓക്കെ, അതെ, നമുക്ക് ഓക്കെ, അത് നമുക്ക് പുതിയ ബാച്ച് കോയാണ്, പുതിയ ബാച്ച് കോയയുടെ ആവേശമാണ് കാര്യമാക്കുന്നത്. അതായത് ഇപ്പൊ വിളിച്ചത് മറ്റേ ഒറിജിനലാണോ ഡ്യൂപ്ലി ആണോ അറിയില്ല. എന്തായാലും ഓൻ്റെ അടുത്ത് ഉത്തരം മുട്ടിയപ്പോ ഓൻ പറയുന്ന വാക്ക് എന്താ അറിയോ? പുതിയ കോയാണ്, പുതിയ തരം കോയാണ് എന്നാ പറയുന്നത്. എന്നാ ഓൻ പറയുന്നത് എന്താ? നിങ്ങൾ അങ്ങനെ മുങ്ങാ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഹദീസ് ഇവിടെ എടുത്തിടും, അപ്പൊ നിങ്ങൾ പെടുന്നുള്ളത്. ഓൻ എന്താ സത്യത്തിൽ ഹദീസ് ഇട്ടിക്കണേന്ന് അറിയോ? നമുക്ക് അത് കാണിച്ചു തരാം, എന്നാലേ ഇതിന്റെ ട്വിസ്റ്റ് ഉള്ളൂ. ഒരു മുസ്ലിം ആണെന്നേ ഞാൻ സമ്മതിച്ചു. എല്ലാരും നിങ്ങളെ പോലെ ആണെങ്കിൽ നമുക്കൊന്നും പണി ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? നിങ്ങളെ പോലെ അല്ലല്ലോ എല്ലാവരും, അതാണല്ലോ നമ്മുടെ പ്രശ്നം. അതെ അതെ, വേറൊരു ഫ്രോഡിന്റെ വാക്ക്, മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്ക് നമുക്ക് കേൾക്കാം. ഓക്കെ, ഖുർആൻ 9:5 വായിച്ചോളൂ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. അള്ളാഹു തീർച്ചയായിട്ടും പൊറുക്കുന്നവനാണ്. ഇതാണ് ഇസ്ലാമിൽ ഖുർആനിൽ 9:5 എഴുതിയിരിക്കുന്നത്. ഇത് 9:5. ഇനി 9:28 വേണമെങ്കിൽ നമുക്ക് അത് വായിച്ചു കളയാം. ഏതാ ഓൻ വായിച്ചത് കേട്ടില്ലേ നിങ്ങളെ? അതായത് ഓൻ വായിച്ച സൂറത്ത് ഏതാ അറിയോ? സൂറത്ത് അറ്റ്-തൗബ, അതായത് ഖുർആനിലെ 9ാമത്തെ സൂറത്താണ്. അതിൽ ഓൻ വായിച്ചത് 5ാമത്തെ വരിയ. ഇതിൻ്റെ ഇടയ്ക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 7 ഉണ്ട്. അതൊന്നും ഓൻ വായിച്ചില്ല. ഓൻ വായിച്ചത് വെറും 5. ആ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതായത് 1 തൊട്ട് 7 വരെ വായിച്ചാലാണ് എന്താണ് ഇതിന് ഉള്ളടക്കം മനസ്സിലാവുള്ളൂ. അതായത് ആ ഒരു സെന്റൻസ്, അതായത് 5 എന്ന് പറഞ്ഞിട്ട് ആ ബഹുദൈവ വിശ്വാസികളെ മൊത്തം കൊന്നു കളയുക, അതായത് ഹിന്ദുക്കളെ ഓൻ പറഞ്ഞ കേട്ടില്ലേ? അതായത് ഹിന്ദുക്കളെ എടുത്തു ഓൻ പറഞ്ഞു, ഹിന്ദുക്കളെ മൊത്തം അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഓൻ ഇത് തുടങ്ങിയത്. ആ ഒരൊറ്റ 5 ലൈന് ഞാൻ ഇപ്പോഴും വിളിക്കണു. 16 വാപ്പാക്കുണ്ടായാലും വേണ്ടില്ല, 1 വാപ്പാക്കുണ്ടായാലും വേണ്ടില്ല, എന്നെ ഞാൻ വെല്ലു വിളിക്കണു. ഞാൻ എൻ്റെ കോയാക്കോള് ഞാനാണ് അംഗീകരിക്കുക. അനക്ക് ജാണാണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുള്ളത് എൻ്റെ മുഖത്ത് പോലും ഇല്ല, താടി മീസി ഇല്ലാത്തത് കൊണ്ട്. വിഷയത്തേക്ക് വരാം ഞാൻ. 1 തൊട്ടിട്ട് ഈ സൂറത്ത് തൗബയിൽ 1 തൊട്ടിട്ട് 7 വരെയുള്ള ആ വരികളും അതിന്റെ അർത്ഥവും വെക്ക്. അപ്പം നിങ്ങൾക്ക് തിരിയും ഈ 5 എന്താണെന്നുള്ളത്. ഈ 5 മാത്രം പറഞ്ഞിട്ട് ഓങ്ങളെ ഒന്നാൾ പറ്റിപ്പിച്ചതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് എടുത്തിടാനുള്ള കാരണം. ഈ സൂറത്തിന്, അതായത് അക്കാലത്ത് ഇത് സൂറത്ത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ് ഈ തൗബ എന്ന് പറഞ്ഞ സൂറത്ത്. അന്നത്തെ കാലത്ത് അന്നത്തെ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു സൂറത്താണ്. അതായത് അവിടെ നടക്കുന്ന സംഭവത്തെ കുറിച്ചിട്ടും അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അന്ന് ഇറങ്ങിയ സൂറത്താണ്. അതിലുപരി ഈ 1 തൊട്ട് 7 വരെയുള്ള പിന്നെ ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പായിട്ട് വരികയാണ്. അതിന്റെ ഇടക്ക് ഓന് ഈ
കൊല്ലും കൊലയും മാത്രം എടുത്തിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു വീടിന്റെ ഉള്ളിൽ ഞാൻ ഒരാളെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ആള് ഒരു അക്രമിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ളവരോട് പറഞ്ഞു, ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് ആളോട്. ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടും എല്ലാം നല്ല, ഇതൊന്നും ഞാൻ അതല്ല, ഞാനൊരു ഉദാഹരണം പറയാണ്. ഭക്ഷണം കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും എല്ലാ കാര്യങ്ങളും ഇതാണ് സത്യം, ഇതാണ് നല്ലത്, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അന്ന് അക്രമത്തിന്റെ ഒരു പാതയിലൂടെ, അതായത് നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആ ആളുകളോട് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമല്ല. എന്നിട്ടും അത് പറഞ്ഞിട്ടും നമ്മളെ നേരക്ക് തിരിയുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മളെ ദ്രോഹിച്ചും കൊണ്ടിരിക്കുകയാണ് ആ വീടിനകത്തുള്ള ആളെങ്കിൽ കൊന്നു കളയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുള്ളത് ഏതൊരുവനും തീരുമാനമെടുക്കും. അത് ഇപ്പോൾ ഞാനും ആ വീടുമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. അത് പിന്നീട് ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഷെരീഫ് ആ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരാളെ അങ്ങോട്ട് കൊന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടിനും അർത്ഥം വെക്കാം ഭയങ്കര പ്രയാസ. അതേമാതിരിയാണ് ചില കാര്യങ്ങൾ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾക്കും ഓരോ നടന്ന കാര്യങ്ങൾക്കും നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഓരോ ഹദീസുകളാണ് ഈ ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നൊക്കെ ഓരോ പീസ് എടുത്തിട്ട്, അതായത് ഒരു വിഷയത്തിന്റെ നടുക്കുന്നൊരു കണ്ടെടുത്തിട്ടും വരും, എന്തോലെ കോയാക്കോളാറിട്ട്, എന്നിട്ട് അത് മാത്രമാകുമ്പോൾ ബൂസ്റ്റ് ചെയ്തിടുക. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഓൻ്റെ കോയാക്കോൾ എന്ന് പറയുന്ന പരിപാടി ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഓൻ്റെ എല്ലാതും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഓൻ ആണാണെന്നുണ്ടെങ്കിൽ ഈ 1 മുതൽ 7 വരെയുള്ള ഈ സൂറത്ത് മുഴുവൻ വായിച്ച് അതിന്റെ യഥാർത്ഥ അർത്ഥം ഒന്ന് കേൾപ്പിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ജെമിനിനോട് ഈ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനി അടക്കം എന്താ ഇതിന് പറയുന്ന അറിയോ? ഈ ഒരു വരി 5ാമത്തെ ലൈന് മാത്രം വായിച്ചത് കൊണ്ട് ഒരു കാര്യമല്ല. ഈ സൂറത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടെങ്കിലും എന്താണ് ആ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിലും 1 തൊട്ട് 7 വരെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് വായിക്കും വേണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കും വേണം. അതല്ലെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ പകരും എന്ന് ഈ ജെമിനി ChatGPT വരെ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഉള്ള കാലത്താണ് ഇപ്പോൾ കുറച്ച് സംഖ്യകളെ പറ്റിപ്പിക്കാനും ഒരു സംഖ്യകളെ പൊലിവിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയാ, ഓൽക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വന്തം ഉമ്മ മരിച്ചപ്പോ, മാതാവ് മരിച്ച സമയത്തും ഒരു ഹൂറന്മാരുണ്ടാക്കാൻ നടക്കുകയായിരുന്നു. സ്വർഗത്തിൽ ഇങ്ങക്ക് ഹൂറന്മാരില്ലല്ലോ മാ, എന്ത് പറ്റി എന്ന്. സത്യത്തിൽ ഇവനുണ്ടല്ലോ, ഇവന്റെ പ്രശ്നം എന്താ അറിയോ, ഇവനിക്കും അറിയാം ഇതൊക്കെ സത്യമാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കളവാണ് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ ഓനൊറ്റ വാശിപ്പുറത്ത് ചെയ്തതും കുറച്ച് ഒരു സമുദായത്തിനോടുള്ള മത്സരത്തിനും ഇറങ്ങിയതാ. ഇന്ന് വരെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വേദിയിൽ ആരിഫ് ഹുസൈൻ ജയിച്ചു പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓനൊരു ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഓൻ തരിക. ഓൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കും. പിന്നെ ഓൻ അർത്ഥം മാത്രമേ വെക്കുള്ളൂ. ഓൻ എന്തുകൊണ്ടാ ഖുർആൻ ഓതാത്തു? ഓൻ എപ്പോഴും അർത്ഥം ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓൻ ഖുർആൻ ഓതുന്ന നിങ്ങൾ ചുരുക്കേ കേട്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഓനിക്കത് നേരത്തിൽ അറിയില്ല. ഓനിക്കിങ്ങനെ തെറ്റിദ്ധാരണകൾ മാത്രം പടർത്തുക എന്നുള്ളത് ആ ഒരു ചിന്ത കൊണ്ട് മാത്രം നടക്കുന്ന ഒരാളാ. എന്തായാലും ബാക്കി കേൾക്കാം. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. അള്ളാഹു തീർച്ചയായിട്ടും പൊറുക്കുന്നവനാണ്. ഇതാണ് ഇസ്ലാമിൽ ഖുർആനിൽ 9:5 എഴുതിയിരിക്കുന്നത്. ഇത് 9:5. ഇനി 9:28 വേണമെങ്കിൽ നമുക്ക് അത് വായിച്ചു കളയാം. ഏതായാലും അതായത് ഓന് 9:5 നേരെ 9:28 പോണത്. ആലോചിച്ച് നോക്കണം നിങ്ങള്. ഞങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ലൈൻ ഒന്ന് കേൾപ്പിച്ചരാ. ഇത് കോപ്പറേറ്റ് പോകുമെന്നറിയില്ല, എങ്കിലും ഒന്ന് കേട്ടോക്കെ അതിന്റെ അർത്ഥം അടക്കം. استجارك فأجره حتى يسمع كلام الله ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون. ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക. അവൻ ദൈവവചനം കേട്ടറിയട്ടെ, പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് 6ാമത്തെയാണ് കേട്ടോ. ഇനി ഓൻ പറഞ്ഞ 5 അത് ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക. അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക. എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക. അഥവാ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. സംശയം വേണ്ട, അള്ളാഹു. ഇതാണ് ഇതില്ലേ, അതായത് അവർ നമസ്കാരം കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ, അതായത് നാടിന് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിട്ടേക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇവൻ പറഞ്ഞ മാതിരി ഇവൻ അതിലെ ഒരൊറ്റ ലൈൻ എടുത്തിട്ട് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഏത് 5ാമത്തെ
അതായത് ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നൊരു വാക്കെടുത്താൽ എന്താ അതേമാതിരി. 6ാമത്തെ വിഷയമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നത്. ഏത് 6ാമത്തെ വരി. ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക. അവൻ ദൈവവചനം കേട്ടറിയട്ടെ, പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. ആ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും അടുക്കൽ കരാർ നിലനിൽക്കുന്നതെങ്ങനെ? മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങളുമായി കരാർ ചെയ്തവർക്കൊഴികെ അവർ നിങ്ങളോട് നന്നായി വർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടും നല്ല നിലയിൽ വർത്തിക്കുക. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. അതെങ്ങനെ നിലനിൽക്കാനാണ്? അവർക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങളുമായുള്ള കുടുംബബന്ധമോ സന്ധി വ്യവസ്ഥകളോ ഒന്നും അവർ പരിഗണിക്കുകയില്ല. വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും, എന്നാൽ അവരുടെ മനസ്സുകൾ അത് നിരാകരിക്കും. അവരിലേറെ പേരും അധാർമികരാണ്. കേട്ടോ നിങ്ങളിതിന്റെ അർത്ഥം ഇതാണ്. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്ന കാര്യം. അതിന്റെ അടിയിൽ നിന്നൊരു വരി എടുത്തിട്ടാണ് ഓൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കുക എന്നുള്ളൂ. അല്ലാതെ ആരിഫ് ഹുസൈൻ എന്താ പറയാ മുസ്ലിമീങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആരാണ് ആരിഫ് ഹുസൈൻ എജ്ജ് പറയുന്നത് ശരി എന്ന് പറഞ്ഞ ഓന്റെ പിന്നാലെ പോയിട്ടുള്ളത്? ഓന്റെ സ്വന്തം വീട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഓനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കോയാക്കോൾക്ക് വിളിക്കാൻ 4-5 എന്താ പറയാ സംഘികളെ മാത്രമാണ്. ഓലെ വെച്ചിട്ടാ ഈ പ്രോഗ്രാമിങ് നടത്തുന്നത്. അത് ഓനെ കോൾ ചെയ്യുന്നവരെ അള്ളാ വിളി കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് എവിടുത്തെ അള്ളയാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരിഫ് ഹുസൈനെ തന്തക്ക് പറഞ്ഞവനെന്ന് ഞാൻ എന്നെ വിളിക്കണില്ല, കാരണം അതിന് യോഗ്യനല്ല. അതുകൊണ്ട് എന്റെ പരിപാടി ഇങ്ങനെ നടത്ത്, ഇടക്കും തലക്കും ഞമ്മളും വരാം കേട്ടോ.